3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചാലഞ്ചിൽ പങ്കെടുത്ത് പ്രമേഹം കുറയ്ക്കുന്ന ആളുകൾക്ക് 20,000 ദർഹം സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റാസൽ ഖൈമ ഹോസ്പിറ്റൽ. മുൻവർഷങ്ങളിലേതുപോലെ തന്നെ റാസൽ ഖൈമ ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന നാഷണൽ ഡയബറ്റിക് ചലഞ്ചാണ് ഇത്തവണയും അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി പ്രമേഹത്തിൽ ഗണ്യമായൊരു കുറവ് വരുത്തുന്ന ആളുകൾക്കാണ് ഈ ഒരു സമ്മാനത്തുക ലഭിക്കുക. കഴിഞ്ഞ വർഷം ഏകദേശം 5,000-ലധികം ആളുകളാണ് ഈ ഒരു ചലഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത് അവരുടെ പ്രമേഹത്തിൽ ഗണ്യമായൊരു മാറ്റം വരുത്തിയത്. ഈ വർഷം 2025 ഓഗസ്റ്റ് 29-ാം തീയതി മുതൽ നവംബർ 18-ാം തീയതി വരെയാണ് ചലഞ്ച് നടക്കുന്നത്. ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള HbA1c ബ്ലഡ് ഷുഗറിന്റെ 3 മാസത്തെ ആവറേജ് 5.7 അതിന് മുകളിലോ ഉള്ള ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക. പിന്നെ UAE നിവാസികളായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 1-ലേക്കുള്ള പാലത്തിന്റെ വീതി കൂട്ടുന്നു. ദുബായ് RTA ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ട കരാറുകളൊക്കെ നൽകി തുടങ്ങിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. നിലവിലുള്ള 3 വരി പാതയാണ് 4 വരിയാക്കി മാറ്റുന്നത്. ഇതിലൂടെ കൂടുതൽ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റൊന്ന്, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ട്രാഫിക് ഡൈവേർഷൻസോ അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും സംവിധാനങ്ങളോ ഒന്നും വെക്കേണ്ടി വരാത്ത രീതിയിലുള്ള അതിനൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ 3 വരിപ്പാത ഇപ്പോൾ 4 വരിയാക്കി മാറ്റുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി RTA സൂചിപ്പിച്ചിരിക്കുന്നു. നിലവിൽ 4,200 വാഹനങ്ങൾക്കാണ് ഏകദേശം 1 മണിക്കൂറിൽ ഇതുവഴി കടന്നു പോകാൻ സാധിക്കുക. എന്നാൽ ഈ ഒരു നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി അത് 5,600 എന്നുള്ളൊരു നിലയിലേക്ക് ഉയരും. ദുബായിയുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന ദേര മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഏകദേശം 95 ലക്ഷം ദർഹം ചെലവിട്ട് ഒരു പാത നിർമ്മാണ പ്രവർത്തനം നടന്നു വന്നിരുന്നു. അത് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുകയാണ്. 1,784 മീറ്റർ നീളത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാൻഡ് സൂക്കിന്റെ ഭാഗത്തൊക്കെ കടകൾ നടത്തുന്ന ആളുകൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമാകും. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും ഒപ്പം ദുബായിയുടെ പുരാതനമായ ചരിത്രം പ്രദർശിപ്പിക്കുന്നതിലും ഇത്തരം പാതകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് ഈ ഒരു വികസന പദ്ധതി കൂടി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ, 2025 ഓഗസ്റ്റ് 25-ാം തീയതി തിങ്കളാഴ്ച.